ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗൈനക്കോളജി ക്ലിനിക്കിലെ CCTV ദൃശ്യങ്ങൾ ചോർത്തിയ സംഭവത്തിൽ 3 പ്രതികൾ കൂടി അറസ്റ്റിൽ. ഗർഭിണികളെ പരിശോധിക്കുന്ന ആശുപത്രി ദൃശ്യങ്ങൾ CCTV ഹാക്ക് ചെയ്താണ് പ്രതികൾ പ്രചരിപ്പിച്ചത്. കുംഭമേളയിലെ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിൽ പ്രതികൾക്ക് പങ്കെന്ന് പോലീസ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, വിവരങ്ങൾ. ഇപ്പോൾ 3 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത്. ഇതോടെ ഈ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി മാറുകയാണ്. സൂറത്തിൽ നിന്ന് പരിസ് ദമേലിയ എന്നൊരു BCom ഗ്രാജുവേറ്റിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ നിന്ന് വൈഭവ് മാനെ, റയാൻ പെരേര എന്നീ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രതികളാണ് ഈ CCTV ദൃശ്യങ്ങൾ ഹാക്ക് ചെയ്ത് അത് പ്രചരിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഇവരുടെ പങ്കാണ് ഉള്ളത് എന്നതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. രാജ്കോട്ടിലെ ഒരു ഗൈനക്കോളജി ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവർ വലിയ തോതിൽ അത് ഹാക്ക് ചെയ്ത് അത് ടെലിഗ്രാം വഴി മറ്റ് ആപ്പുകളും മറ്റും വഴി പണം വാങ്ങിക്കൊണ്ട് പ്രചരിപ്പിച്ചത്. 50,000-ഓളം CCTV ദൃശ്യങ്ങൾ ഇവർ ഇത്തരത്തിൽ ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്നതാണ് പോലീസ് കണ്ടെത്തിയത്. സൈബർ വിദഗ്ധർ ഇവരുടെ ഈ വലിയ സംഘത്തിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കുംഭമേളയിലെ മറ്റും സ്ത്രീകളുടെ ദൃശ്യങ്ങൾ ഈ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിലും ഇവർക്ക് പങ്കുണ്ട് എന്നതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതൊരു വലിയ റാക്കറ്റാണ്. ഇങ്ങനെ ആശുപത്രികളിലെയും മറ്റും CCTVകളും മറ്റും ഹാക്ക് ചെയ്ത ഒരു വലിയ റാക്കറ്റ് ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്നതാണ് കണ്ടെത്തിയത്. ഏതായാലും രാജ്കോട്ടിലെ ഒരു ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണം യഥാർത്ഥത്തിൽ ശക്തി പ്രാപിച്ചത്. ഏതായാലും ഇപ്പോൾ 6 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉന്മേഷം.